യാ അയ്യുഹന്നാസ് ഊസീക്കും വ ഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ആ റബ്ബിൻ്റെ ദീന് പഠിച്ച് മനസ്സിലാക്കുവാനും ആ റബ്ബിലേക്ക് കൂടുതലായി അടുക്കുവാനും ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാമായ പരിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കുവാനുമാണ് ഈ തസ്ഫിയ ആദർശ സമ്മേളനത്തിൽ നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ നാളെ സ്വർഗത്തിലേക്കുള്ള സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, ലോകജനതക്ക് മാർഗദർശനമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ചത്. ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ഉമ്മത്തിന് വേണ്ടി ആ പരിശുദ്ധ ഖുർആൻ ഇറക്കിത്തരുമ്പോൾ അത് അവതീർണമായ സമുദായം എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. തീർത്തും അധർമ്മവും അക്രമവും അരാജകത്വവും അരങ്ങുവാണിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയുടെ കലാമായ പരിശുദ്ധ ഖുർആനുമായി ഇറങ്ങിച്ചെല്ലുന്നത്. പിന്നീട് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉന്നതരായ സമുദായം, ഏറ്റവും ഉത്തമരായ സമുദായം, നിങ്ങളെല്ലാവരും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും ആ സമുദായത്തെ പിൻപറ്റണം, അവരെ മാതൃകയാക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചപ്പോൾ ആ സമുദായത്തെ അത്രത്തോളം ഉയർത്തിയത് ഇതേ പരിശുദ്ധ ഖുർആനായിരുന്നു. അക്രമം അലങ്കാരമായി കൊണ്ടു നടന്നിരുന്ന ഉമർ എന്നൊരു മനുഷ്യൻ പരിശുദ്ധ ഖുർആനിലെ കേവലം ചില ആയത്തുകളുടെ പേരിലാണ് ഇസ്ലാമിൻ്റെ പാന്താവിലേക്ക് നടന്നെടുത്തത്, ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പിന്നീട് ലോകമറിയപ്പെട്ട ഇസ്ലാമിൻ്റെ ആളുകളല്ലാത്തവർ പോലും പുകഴ്ത്തിപ്പാടുന്ന, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നീതിമാനായ ഭരണാധികാരി എന്ന് പറയപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വാർത്തെടുത്തത് ആ പരിശുദ്ധ ഖുർആനായിരുന്നു. എല്ലാ നിലക്കും ആ സ്വഹാബത്ത് നമുക്കൊക്കെ മാതൃകകളാണ്. ഏതൊരു മാർഗമെടുത്താലും ഏതൊരു രീതി എടുത്താലും നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ആ സ്വഹാബത്ത് നമ്മുടെ ഉത്തമ മാതൃകകളാണ്. നമ്മുടെ ദൈനംദിന ജീവിതമാകട്ടെ, നമ്മുടെ കച്ചവട രംഗമാകട്ടെ, നമ്മുടെ ഏത് രീതിയാകട്ടെ, അതിലൊക്കെ നമുക്കുള്ള ഉത്തമ മാർഗം ആ സ്വഹാബത്തിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാന വസിയത്തുകൾക്ക് കൂട്ടത്തിലൂടെ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ആ സ്വഹാബത്തിനെ അങ്ങനെ പരിവർത്തിപ്പിച്ചത് ആ പരിശുദ്ധ ഖുർആനായിരുന്നു എന്നുള്ളതാണ്. അതേ പരിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കളാണ് ഈ നിൽക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങളും അടങ്ങുന്ന മുസ്ലിം സമുദായം എന്നുള്ളത്. അതേ പരിശുദ്ധ ഖുർആനാണ് നമ്മുടെയൊക്കെ വീടുകളിലുള്ളത്, നമ്മളൊക്കെ പാരായണം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. യുക്തിഭദ്രവും യുക്തിജ്ഞനും പ്രതാപവാനുമായ അല്ലാഹുവിങ്കൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണിത് പരിശുദ്ധ ഖുർആൻ. മറ്റൊരായത്തിൽ പറഞ്ഞത് ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമായിട്ട് ഇറക്കിയതാണ് ആ പരിശുദ്ധ ഖുർആനിനെ. മറ്റൊരിടത്ത് ഹുദം വ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്
സന്മാർഗവും കരുണയുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്. വേറൊരായത്തിൽ കാണാം, ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാ. നാം ഉദ്ദേശിക്കുന്നവർക്ക് പ്രകാശമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിനെ നാം മാറ്റുമെന്നുള്ളതാണ്. ആ പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായ നമ്മോട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഉറ്റാലോചിക്കുന്നില്ലേ? നിങ്ങൾ ആ ഖുർആനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അതോ നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്നുള്ളത്. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളല്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും പരിശുദ്ധ ഖുർആനിൻ്റെ പിന്നിലാണ്. ആ ഖുർആനിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ, എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് കണ്ടെത്താൻ നമ്മളല്ലാത്ത എല്ലാവരും ആ ഖുർആനിൻ്റെ പിന്നിലാണ്. അവരൊക്കെ അരിച്ചു വെറുക്കുകയാണ് ഒരു തെറ്റ് ആ പരിശുദ്ധ ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ. പക്ഷേ ഇലാ യൗമിൽ ഖിയാമ അവർക്കാർക്കും അതിന് കഴിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചതാണത്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിക്കുമെന്നുള്ളത്. ആ പരിശുദ്ധ ഖുർആനാണ് നമുക്കൊക്കെ മുന്നിലുള്ളത്. ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തി വരുന്ന പല കാര്യങ്ങളും ആ പരിശുദ്ധ ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പേ എഴുത്തും വായനയും അറിയാത്ത ഒരു മനുഷ്യനിലൂടെ, മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പർവ്വതങ്ങൾ ചലിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ശാസ്ത്രലോകം എതിർത്ത് പറഞ്ഞ ഒരു തെറ്റായി ചൂണ്ടിക്കാണിച്ച കാര്യമായിരുന്നു, നിങ്ങളുടെ ഖുർആനിൽ പർവ്വതങ്ങൾ ചലിക്കുന്നു എന്നുണ്ടല്ലോ, അത് തെറ്റാണല്ലോ എന്നുള്ളത്. എന്നാൽ പിന്നീട് പിൽക്കാലത്ത് ഈ അടുത്തായിട്ട് എന്ത് ചെയ്തു? ശാസ്ത്രലോകം തന്നെ കണ്ടെത്തി എല്ലാ പർവ്വതങ്ങളും ചലിക്കുന്നുണ്ട്, അവക്കൊക്കെ ഒരു സഞ്ചാര പാതയുണ്ട് എന്നുള്ളത്. അത്രത്തോളം കൃത്യവും സ്പഷ്ടവുമായ ആ പരിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കളായ നാം അതിനെ എത്രത്തോളം പഠിക്കുന്നുണ്ട്, എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, ആ പരിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ആ പരിശുദ്ധ ഖുർആനിനോട് ഒരുപാട് ബാധ്യതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായ ബാധ്യത എന്ന് പറയുന്നത് ആ ഖുർആനിനെ പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കേവലം ഒരു റമദാൻ മാസം വരുമ്പോൾ മാത്രം എടുത്തു വെച്ച് ഓതേണ്ടുന്ന ഒന്നല്ല എന്ത്? പരിശുദ്ധ ഖുർആൻ. അങ്ങനെയായിരുന്നില്ല സ്വഹാബത്താരും. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് അവരറിയപ്പെട്ട ഉത്തമ സമുദായം എന്ന നിലക്ക് അവരാരും വളരുമായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, മൻ ഖറഅ ഹറഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ആരെങ്കിലും പാരായണം ചെയ്താൽ അവന് പ്രതിഫലമുണ്ട്. ഒരു പ്രതിഫലം എന്ന് പറയുന്നത് 10 ഇരട്ടിയാകുന്നു. ശേഷം ആ ഹദീസിന്റെ ബാക്കിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പഠിപ്പിക്കുകയാണെന്ത്? ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫുൻ എന്നുള്ളതൊരു ഹർഫാകുന്നു, ലാമുൻ എന്നുള്ളതൊരു ഹർഫാകുന്നു, മീമുൻ എന്നുള്ളതൊരു ഹർഫാകുന്നു എന്ന്. അലിഫ് ലാം മീം എന്നുള്ള ആ ഒരായത്ത് ഓതിയാൽ അവന് ലഭിക്കുന്നത് 30 ഇരട്ടി പ്രതിഫലമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ആ പരിശുദ്ധ ഖുർആനാണ് നമ്മളോട് എല്ലാവരോടും പാരായണം ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. നിങ്ങൾ ഖുർആനിനെ പാരായണം ചെയ്യണേ, കാരണം ആ പരിശുദ്ധ ഖുർആൻ നാളെ ഖിയാമത്ത് നാളിൽ അതിനെ പാരായണം ചെയ്യുന്ന അതിൻ്റെ ആളുകൾക്കൊരു ശുപാർശകനായി
നാളെ പരലോകത്ത് കടന്നു വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ആദ്യത്തെ ബാധ്യത പരിശുദ്ധ ഖുർആനിനോടുള്ളത് അതിനെ പാരായണം ചെയ്യുക, നിരന്തരമായി ഓതുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു ബാധ്യതയുള്ളത് ആ പരിശുദ്ധ ഖുർആനിനെ പഠിപ്പിക്കുക, മറ്റൊന്നുള്ളത് അതിനെ മനഃപ്പാഠമാക്കുക എന്നുള്ളതാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസിൽ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഹദീസ് തന്നെയാണെന്ത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആ ഖുർആനിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകണം. അതുകൊണ്ട് ഈ നിൽക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങളും ഈ രണ്ട് വിഭാഗത്തിലൊരു വിഭാഗത്തിലായിരിക്കണം ഉണ്ടാകേണ്ടത്. ഒന്നുകിൽ നമ്മൾ ആ ഖുർആനിനെ പഠിക്കുന്നവരാകണം, അല്ലെങ്കിൽ നമ്മളതിനെ പഠിപ്പിക്കുന്നവരാണ്. കാരണം അവരാണെന്ത്, ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമർ. ആരാണ് ഉത്തമനാവാൻ ആഗ്രഹിക്കാത്തത്? അതുകൊണ്ട് ആ ഖുർആനിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുക, ആ ഖുർആനിനെ നെഞ്ചേറ്റുന്നവരാകുക നാം ഓരോരുത്തരും എന്നുള്ളതാണ്. ഈ ഒരു വേളയിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്നുള്ളത് ഈ സദസ്സിന്, തസ്ഫിയ ആദർശ സമ്മേളനത്തിന് സ്വാഗതം അരുളുക എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരുപാട് രീതികൾ നമ്മുടെ നാടുകളിൽ തന്നെ ഉണ്ട്. ഒരുപാട് ക്ലാസ്സുകളായിട്ട് CRE എന്ന പേരിലുണ്ട്, ഖുർആൻ പഠന ക്ലാസ്സുകൾ എന്ന പേരിൽ തന്നെയുണ്ട്. നമ്മുടെ ഒക്കെ നാടുകളിൽ എന്തുണ്ട്, ഈ ഖുർആൻ പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ അടുത്തുള്ള സുഹൃത്തുക്കൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 30-ാം തീയതി നമ്മുടെ കൊട്ടാരം, നമ്മുടെ അടുത്തുള്ള വളാഞ്ചേരി മേഖലയിലുള്ള കൊട്ടാരത്ത് വെച്ച് അൽവാൻ എന്ന പേരിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു വെക്കേഷൻ ക്യാമ്പ് പോലെയാണ്. നമ്മുടെ മക്കളെ ഒരു ദിവസം പിടിച്ചിരുത്തി അവരുടെ വൈജ്ഞാനിക മേഖലയിലും അവരുടെ ക്യാമ്പസുകളിലുള്ള മേഖലയിലും അവരുടെ ദീനീ മേഖലയിലൊക്കെ അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനും അവർക്ക് വേണ്ട ഓറിയൻറ്റേഷനുകൾ നൽകാനും അവരെ നല്ല ഒരു തലമുറയാക്കി വാർത്തെടുക്കാനും വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അൽവാൻ വിൻ്റർ ക്യാമ്പ് എന്നുള്ളത്. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരുപാട് മക്കൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അതിനുള്ള ഒരു ഡെസ്ക് ഉണ്ട്. അവിടെ പോയിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞു പോകുന്നതിന് മുമ്പേ നമ്മുടെ ഓരോരുത്തരുടെയും മക്കളെ അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിക്കൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് ഉദ്ഘാടന പ്രഭാഷണം നടത്താൻ വേണ്ടി എത്തിച്ചേർന്ന പ്രമുഖ പണ്ഡിതനും പ്രിയ ഉസ്താദുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഉസ്താദിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രമുഖ പ്രഭാഷകനായ സുബൈർ സലഫി പട്ടാമ്പിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഈ ക്ലാസ്സുകൾ കഴിയുന്നത് വരെ വീക്ഷിക്കാനും അത് കേൾക്കാനും പഠിക്കാനും നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയെ അധ്യക്ഷൻ്റെ കൈകളിലേക്ക് കൈമാറുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.